കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈയിടെ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ആന്ധ്രയിലൊരു പൂജയ്ക്ക് പോയതാണ്. പൂജയ്ക്ക് പോകുന്ന വഴിക്ക് ചോദ്യമാണ്, സാറേ, മിക്ക വീടുകളിലും നമ്മൾ വിളക്ക് കാണാറുണ്ട്. വിളക്കിനെ കുറിച്ചൊക്കെ സാറും മറ്റുള്ളവരൊക്കെ ഒരുപാട് എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ തൂക്കുവിളക്ക് നമുക്ക് വീട്ടിൽ തൂക്കാൻ പാടില്ല എന്ന് പണ്ടുള്ളവർ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ തൂക്കുവിളക്ക് തൂക്കാൻ പാടില്ല എന്ന് പറയുന്നത്? തൂക്കുവിളക്ക് വീട്ടിൽ തൂക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത കുറച്ചെങ്കിലും ആൾക്കാരുണ്ടെന്ന്. അപ്പം അറിയാവുന്നവർ ഇരിക്കട്ടെ, അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ ഹിന്ദുക്കളിൽ തന്നെ എത്ര തിരിയിട്ട് വിളക്ക് കത്തിക്കണം എന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. എങ്ങോട്ട് നിന്ന് വിളക്ക് കത്തിക്കണം എന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. ഏത് സമയത്ത് വിളക്ക് കത്തിക്കണം എന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. വിളക്ക് കത്തിക്കുന്നതിന് കാലം മൂലം ലോലം എന്ന് പറയും. കാലം, സമയം വളരെ പ്രധാനമാണ്. രാവിലെ വിളക്ക് കത്തിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്കും 7 മണിക്കും ഇടയ്ക്ക്. ഈ സമയത്താണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. 7 മണിക്ക് കത്തിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഉത്തമമായിട്ട് പറയാൻ സമയമാണ് 5 തൊട്ട് 7 വരെ. ഇത് കഴിഞ്ഞാൽ മധ്യമമായിട്ട് 11 മണി വരെ മധ്യമമായിട്ട് കത്തിക്കാം. 11 മണി കഴിഞ്ഞാൽ അധമമായിട്ടാണ് 11 തൊട്ട് 3 വരെ നമ്മൾ പറയുന്നത്. ഈ സമയത്ത് വിളക്ക് കത്തിക്കാറില്ല. പിന്നെ വൈകിട്ട് കത്തിക്കുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ 5 മണി തൊട്ട് നമുക്ക് 7 മണി വരെ കത്തിക്കാം. 7 മണി കഴിഞ്ഞാൽ പിന്നെ 9 മണി വരെ നമുക്ക് മധ്യമമായിട്ട് കത്തിക്കാം. 10 മണി വരെ കത്തിക്കുന്ന പക്ഷക്കാരും ഉണ്ട്. 10 മണി കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാറില്ല. പൂജകൾക്ക് കത്തിക്കാറുണ്ട്. രാത്രി നടക്കുന്ന ഗുരുതിക്കും മറ്റോ കത്തിക്കാറുണ്ട്. അല്ലാതെ ഒന്നും കത്തിക്കാറില്ല. ഒന്നാമത്തെ വിഷയം. രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് നെയ്യ്, എണ്ണ, വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കുക. ഒന്നീ തവിടെണ്ണ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. നെയ്യോ വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള എല്ലാ എണ്ണ എടുക്കാവുന്നതാണ്. കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോ തിരിയിട്ടാണ് കത്തിക്കേണ്ടത്. കത്തിക്കുമ്പോൾ തിരി 2 തിരി കിഴക്കോട്ടും 2 തിരി പടിഞ്ഞാട്ടും. അതായത് നമ്മളിങ്ങനെ കൂപ്പി നിൽക്കുമല്ലോ, കൈ കൂപ്പി നിൽക്കുമല്ലോ. അപ്പോൾ അത് സ്മരിക്കുന്നു, ആ ദേവനെ സ്മരിക്കുന്നുള്ള 2 തിരി ഇടുന്നുള്ള ഉദ്ദേശം. കിഴക്കോട്ടും 2 തിരി, പടിഞ്ഞാട്ടും 2 തിരി. കട്ടി കുറഞ്ഞ തിരി മതി. ഇട്ട് കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രാവിലെ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാട്ടും എന്നാണ് കത്തിക്കേണ്ടത്. കാലം മൂലം ഞാൻ പറഞ്ഞില്ലേ, തീരെ കനം കുറഞ്ഞ തിരി. ഇപ്പോൾ ഒരു തിരി കത്തിക്കാൻ ഇതുള്ളെങ്കിൽ ഒരു തിരി മൂലം ചെറിയ രീതിയിൽ കത്തിച്ചാലും മതി. 2 നാമം ജപിച്ചാലും മതി. ലോലം ഒന്നും പറ്റുന്നില്ല എങ്കിൽ ഭഗവാൻ രക്ഷിക്കണമെന്ന് പറയാം. ലോലം ചുരുങ്ങിയ രീതിയിൽ നമുക്കൊരു പ്രാർത്ഥന നടത്തിയിട്ട് പോകാവുന്നു. പക്ഷെ വിളക്ക് കത്തിയിട്ട് മുടക്കാതിരിക്കുക. രാവിലെയും വൈകിട്ടുമാണ് കത്തിക്കേണ്ടത്. 2 നേരം പറ്റിയില്ലെങ്കിലും സന്ധ്യയ്ക്ക് തീർച്ചയായിട്ടും വിളക്ക് കത്തിക്കേണ്ടതാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിയിലും പ്രാർത്ഥനയും മുടക്കാതിരിക്കുക. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. തൂക്കുവിളക്ക് തൂക്കിയാൽ, തൂക്കുവിളക്ക് വാസഗ്രഹങ്ങൾ തൂക്കാതിരിക്കുക. തൂക്കിയാലും കത്തിക്കാതിരിക്കുക. തൂക്കുന്നതുകൊണ്ട് തെറ്റില്ല, കത്തിക്കരുത്. കാരണം താഴെയും മുകളിലും അല്ലാതെ നിൽക്കുന്ന ആരാ? സ്വരൂപങ്ങളാണ്, അല്ലേ? യോഗിനിമാരെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായുള്ള ശക്തികളാണ്. നെഗറ്റീവ് ശക്തികളുണ്ട്, പോസിറ്റീവും ഉണ്ട് അതിനകത്ത്. അപ്പം ആ വിളക്ക് കത്തിക്കുന്ന മിക്കവരും കത്തിക്കുമ്പം പടിഞ്ഞാട്ട് കത്തിക്കും. പടിഞ്ഞാട്ട് മാത്രം ഇട്ടേ കത്തിക്കുന്നത് വൈകിട്ട് കത്തിക്കുമ്പോൾ. തൂക്കുവിളക്ക് കത്തിക്കാൻ പാടില്ല. ഈ താഴെയും മുകളിലും അല്ലാതെ നിൽക്കുന്ന സ്വരൂപങ്ങളുടെയൊക്കെ സാന്നിധ്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളത് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൂക്കുവിളക്ക് കത്തിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യമുണ്ട്, അമ്പലങ്ങളിൽ കത്തിക്കുന്നതെന്ന്. അമ്പലങ്ങളിലിരിക്കുന്ന ദേവനായിരിക്കുന്നത്. അമ്പലത്തിൽ നിങ്ങളൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല, ചുറ്റും ഒരുപാട് ഉപദേവന്മാരുണ്ട്, ബലിക്കല്ലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭഗവാന്റെ ഓരോ സ്വരൂപങ്ങളായിട്ടല്ലേ, ഭഗവാന്റെ ഓരോ ഭൂതഗണങ്ങളായിട്ടൊക്കെയാണ് പറയാം. ഭഗവാനെ ക്ഷേത്രത്തിന് രക്ഷിക്കുന്നതിന് ക്ഷേത്രപാലകരായിട്ട് അവരോട് നിൽക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവും അങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കത്തിക്കുന്നതും വീടുകളിൽ കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെയും കാരണം അതാണ്. ക്ഷേത്രത്തിൽ പോസിറ്റീവ് ശക്തിയുടെ അഭാവം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ചെറിയ നെഗറ്റീവ് പോലും അവിടെ വരികയില്ല. ചിലരൊക്കെ ആവാസ ബിംബങ്ങളൊക്കെ ക്ഷേത്രത്തിൽ കൊടുക്കാറുണ്ട്. ആ ചെറിയ നെഗറ്റീവ് പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഭഗവാന്റെ ആ ഒരു കലകളിൽ അങ്ങ് ലയിക്കും. പിന്നെ ഒരുപാട് നെഗറ്റീവ് വരുമ്പോൾ 12 വർഷത്തിലൊരിക്കൽ അതൊരു ക്ഷേത്രത്തിൽ വർഷാവർഷം തന്ത്രി വന്നിട്ട് ശുദ്ധാദി ക്രിയകളും ഒക്കെ ചെയ്യുന്നുണ്ട്. 12 വർഷത്തിലൊരിക്കൽ സൂക്ഷ്മമൊക്കെ കഴിച്ച് അവിടെയുള്ള നെഗറ്റീവ്സ് ഒക്കെ അവർ മാറ്റാറുണ്ട്. ചിലപ്പോൾ 12 വർഷത്തിൽ കൂടുതൽ എടുത്തുനിന്നിരിക്കും. എന്തായാലും ക്ഷേത്രത്തിൻ്റെ കാര്യം വിട്ടേക്കും. വീടുകളിൽ ഇങ്ങനെയുള്ള തൂക്കുവിളക്ക് തൂക്കിയിടുന്നതുകൊണ്ട് തെറ്റില്ല. അത് ഷോയ്ക്ക് തൂക്കിയിടുക, കത്തിക്കാതിരിക്കുക. വിളക്ക് കത്തിക്കുന്നതിൻ്റെ വിധാനങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.